ഹായ്, നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, തേങ്ങ, വെളിച്ചെണ്ണ, കുടംപുളി, വേപ്പില, മല്ലിയില, ഉപ്പ് എന്നിവയാണ് വേണ്ടത്. നമുക്കൊരു ബൗളെടുത്തിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. ചതച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമണം. എല്ലാം യോജിക്കണം. അതിനുശേഷം ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പില, തേങ്ങ കൊത്തും വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഒരുക്കി വെച്ച മിശ്രിതം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ നന്നായിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുടംപുളി, ഉപ്പും കൂടി ഇട്ട വെള്ളം തിളപ്പിച്ചത്. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നേരത്തെ ബാലൻസുള്ള മിക്സ് എല്ലാം അതിൻ്റെ മുകളിലിടുക. ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് ചെറു തീയിൽ വേവിക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് പറ്റുന്നവരെ നിൽക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് അതൊരു 2 മിനിറ്റിന് വേവിക്കുക. വെള്ളമെല്ലാം പറ്റി കുടംപുളിയെല്ലാം പിടിച്ച് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കറിവേപ്പില, മല്ലിയില എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അതിലേക്ക് അതിൻ്റെ ഉപ്പും എല്ലാം ഉണ്ടാകുന്ന നോക്കിയതിന് ശേഷം കുറച്ച് കുടംപുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പുളി അധികം ഉണ്ടെങ്കിൽ ഒഴിക്കരുത്. പുളി ഇത്തിരി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി പറ്റി കഴിയുമ്പോൾ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി. അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റാണ്. നിങ്ങളൊരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം. സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം.